ഞാൻ പോയിട്ട് കൊഞ്ചു വൃത്തിയാക്കും. എനിക്കൊരു കൂട്ടിന് എന്തായാലും ആള് വന്നേ പറ്റുള്ളൂ. വാ. കൂട്ടിനൊന്നും ആയിരിക്കൂല. ഇതേപോലെ ഈ ഒരു ടെസ്റ്റ് എടുക്കുന്നതായിരിക്കും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം, ചൂടുവെള്ളം ഒഴിക്കണം. എന്താ നല്ല ഭയങ്കര കട്ടി ആയിപ്പോ. ഒന്ന് മോളെ മുളക് പോലും കഴിക്കാൻ ടേസ്റ്റ് ചേച്ചി. ഈ രണ്ട് പിള്ളേരും എവിടെ മക്കളെ? ആ വരി. അമ്മായി വിളിച്ചാലേ ഞങ്ങൾ വരുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു. അങ്ങനെയായിരുന്നാ? പോരെ ഇത്? കൂടിപ്പോയി അല്ലേ? ആ കൂടിപ്പോയി, കുഴപ്പമില്ല. കഴിച്ചാലോ? കഴിക്കാം. അല്ല ഇതിനോട് എന്താ കറി? കറിയാ? പഴം ഇന്നലെ ഞാൻ വാങ്ങിക്കൊണ്ട് വെച്ചാ. അത് കഴിച്ചാ മതി. അത്ര മതിയാ? അത് കഴിച്ചു കഴിഞ്ഞിട്ട് എടുക്കാം. നല്ല പുട്ടമ്മായി. അത് അമ്മായി ഉണ്ടാക്കിയോണ്ടാ? ഇത് ഞാൻ പോയിട്ട് കൊഞ്ചു വൃത്തിയാക്കും. എന്ത് വാങ്ങാള്? അവള് പുട്ട് കഴിക്കട്ടെ. കഴിച്ചിട്ട് മതി. എനിക്കൊരു കൂട്ടിന് എന്തായാലും ആള് വന്നേ പറ്റുള്ളൂ. വാ. കൂട്ടിനൊന്നും ആയിരിക്കൂല. കൂട്ടിന് ഞാൻ പോട്ടെ അമ്മേ. എത്രയുണ്ട് ചെമ്മീൻ? 3.5 കിലോ ഉണ്ട്. കൂട്ടിന് തന്നെ. കൂട്ടിന് തന്നെ. അമ്മായി കഴിച്ചിട്ട് വന്നാ മതി കേട്ടോ. പാത്രത്തിൽ പോയി ഇതില് പോയി ആലോചിച്ചു എടുത്തോ. അമ്മായി പഞ്ചസാര എടുത്തുണ്ടോ? ഞാൻ എടുത്തോണ്ട്. ഞാൻ കഴിച്ചിട്ടേ വരണുള്ളൂ. എന്താ എന്തിങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കണത്? വെറുതെ ഇരിക്കാനല്ല, നീ ഇന്ന് ചെമ്മീൻ കിള്ളിയേ പറ്റൂ. വൈറ്റ് പാവാണ്. ഇല പറിച്ചോണ്ട് വന്നിട്ടിരുന്നേ. അത് ഇതൊന്നും പറിക്കാൻ പറ്റില്ല, മുള്ള ഇതൊക്കെ. വേറെ ഇലയുണ്ടല്ലോ. നീ പോയി, നിന്നെ ഞാൻ ഇന്ന് വെറുതെ ഇരുത്താൻ തീരുമാനിച്ചിട്ടില്ല മാളു. നീ എന്തെങ്കിലും ഇല എന്തെങ്കിലും പറിച്ചോണ്ട് വാ. എന്നിട്ട് നീ ഇന്ന് എനിക്ക് ചെമ്മീൻ കിള്ളി തന്നേ പറ്റുള്ളൂ. മാളു, ഓ വരുമ്പോ കത്രികയും കൂടി എടുത്തോണ്ട് വരണേ. ചേച്ചി ഇവിടെ അപ്പുറത്തെ ഇപ്പുറത്താ? ഇവിടെ ഇരുന്നോ. കഷ്ടമുണ്ട് കേട്ടോ. ഒരു കഷ്ടവും ഇല്ല മാളു. ഇരി അവിടെ. നനച്ച് തരയില്ല, നനയ്ക്കുകയും ചെയ്യണം. വൃത്തിയിടായിന്ന് പറഞ്ഞോണ്ട് മാറ്റിയിടണം, കഴുകണം. ചേച്ചി ഇതൊന്ന് പൊരിച്ചാ മതി നമുക്ക്. ഓ ഒരിക്കലും കാര്യം നമുക്ക് ഇത് നല്ല മുളകൊക്കെ ഇട്ട് നല്ല മോചിച്ച് പുളിയായിട്ട് പൊരിച്ചെടുക്കാം. ഇങ്ങനെ റബ്ബർ പോലെ ചവച്ച് ചവച്ച് ചവച്ച്. അതല്ലേ നീ ഉദ്ദേശിച്ച? അതെ. ഫ്രൈ ചെയ്ത് തരാം. ഓക്കെ. മുരിച്ച് മുരിച്ച് ഫ്രൈ ചെയ്ത് തരാം അല്ലേ? ആക്കി പറയാൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആക്കി പറയാൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല. അല്ല, രണ്ട് സുന്ദരിമാരും കൂടെ എന്താണ് മക്കളെ ചെയ്യണത്? അമ്മായി, ഞാൻ പറഞ്ഞ സാധനം കിട്ടുവോ? നോക്കിട്ടോ. നോക്കാം നോക്കാം. അന്ന് കിട്ടുമോ നോക്കിട്ടോ. ശരി. എന്തോന്ന് ചേച്ചി? ഒന്നുമില്ല. കള്ളാണ്. എന്തത്? കള്ളാണ്. കള്ള്? പിന്നെ
നിനക്ക് മൊരിച്ച് പൊരിച്ച് വേണം എന്നല്ല പറഞ്ഞേ. അതെ ഉണ്ടാക്കിത്തരാം. പിന്നെ എന്താ അമ്മയുടെ രഹസ്യം പറഞ്ഞേ? അത് ഒരു രഹസ്യം. അതെന്താ പറയാത്തെ? നിനക്ക് പൊരിച്ചും പരിച്ചും തരാനായിട്ട്. ചെമ്മീൻ കിളി തരാഞ്ഞും വേണം, എന്നിട്ട് ഒറ്റൊന്നും പറയൂ. നീ കേൾക്കാൻ പാടില്ല. നീ ചെമ്മീൻ കിള്ളും, ഞാൻ ഞരമ്പെടുക്കാം. ഞാൻ പോയി കൈ കഴിച്ചിട്ട് കേട്ടോ. മോളെ സരിതാ, മക്കള് പറഞ്ഞ സാധനം കിട്ടി. ഓ, നീ എന്നെ വയസ്സുകാലത്തിട്ട് കഷ്ടപ്പെടുത്ത എന്നെ അല്ലേ? ഇതെന്തോ? ഇതാണ് നൊങ്ക്. നൊങ്ക് തിന്നാൻ തിന്നാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് അല്ല എന്താ മൂഞ്ചിയപ്പാര്. അയ്യോ പാവം, ഞാനും കൂടെ പോകാനുള്ളായിരുന്നു. ഞാൻ ചെമ്മീൻ കളണോണ്ടായിരുന്നു വരാത്ത. എടുത്ത് വെട്ടുവാളോ ഇതല്ലേ ചെറുതിൽ നമുക്ക് കിട്ടുമല്ലോ. ചെറുത് നമുക്ക് ഒറ്റ അവസാനം വെട്ടാം. എനിക്ക് ഇത് ഇവിടുന്നേ പോയാലല്ലേ അത് കിട്ടുള്ളൂ. അത് ശരിയാ. ഇല്ല, കൈയിട് കൈയിട് കൈ. ആ കട്ടിപ്പോയി. ഇങ്ങനെ എടുക്കാവോ? തിരിച്ചു പോയി തിരിച്ചു പോയി തിരിച്ചു പോയി. ജെല്ലൊക്കെ വരുന്നു. ഇത് പൊളിച്ച്. നൈസ്. സർബത്ത് അങ്ങനെ എന്തോ ഉണ്ടല്ലോ, അത് കഴിച്ചാ? അത് ഞാൻ ഒരിക്കൽ വെച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പം വെട്ടം. ഞാൻ പോയി ഒരു പാത്രം എടുത്തിട്ട് വരാം. കടക്കാരൊക്കെ എങ്ങനെയാ അമ്മ ഇത്ര ഭംഗിയിൽ എടുത്തു തന്നത്? അല്ല, അവര് സ്ഥിരം ജോലിയല്ലേ അവരുടേത്. തിന്നാൻ മാത്രമേ സാധിക്കുള്ളൂ. നൊങ്കോട്ടാൻ കൊണ്ടാക്കാം. ഇതിങ്ങനെ കുത്തിട്ട് വിളിച്ചാൽ മതിയോ? ഇതിങ്ങനെ കുത്തി പെട്ടെന്ന് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിട്ടാ. ഇതിൽ ഉപ്പോ? ഉപ്പ് വേണ്ടേ? എന്താ ചെയ്യാൻ? നിനക്ക് ഫ്രൈ അല്ലേ വേണ്ട? ഫ്രൈ. അതെ, ഫ്രൈ കിട്ടി അല്ല അമ്മായി. നീ എന്ത് ചെയ്യും ഞങ്ങളെ? എന്നാ പിന്നെ അത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും പുക അടിക്കണല്ലേ? പുകയെന്ന് പറഞ്ഞ സാധനം ഇല്ല. അതെ. ഒടിഞ്ഞു. മാളോ, ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തേ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും മതി അമ്മായി? മതി. അതിന്റെ അടി ഞാൻ ഇളക്കണോ? അങ്ങ് അപ്പുറത്ത് നിന്നോണ്ടാ ഇപ്പുറത്തോട്ട് നീ ഇളക്കണ്ട, ഞാൻ ഇളക്കും. നമ്മ ഇത് തോണ്ടിട്ടോ. അയ്യോ, ഒഴിച്ചൂടെ? വെള്ളം ഒഴിക്കാം.
ഒഴിവാക്കി. കഴിക്കട്ടെ അമ്മായി? എന്റെ അണ്ടിപ്പരിപ്പ് ഫുള്ളും പോയി. അയ്യോ, ഞാൻ അരക്കാൻ നേരത്ത് കഴിച്ചു. നിങ്ങള് ബുദ്ധിമതികളാണ്. പുകയുള്ള സൈഡ് ചെഞ്ഞ് നിർത്തിയിട്ട് തോന്നുന്നു. ഇത് കൊള്ളാം കേട്ടാ. ഏത് കൊള്ളാം? അല്ല എവള് ഇപ്പൊ കണ്ടുപിടിച്ചതേ. വേണം കിട്ടോ അമ്മായി ഉപ്പ്. വേണോ? നമുക്ക് വേണോ? അമ്മായിക്ക് വേണോ? നമുക്ക് കഴിച്ചോ, എടുത്തോ. നേരത്തെ നീ പഞ്ചസാര ഇട്ട് കഴിച്ചില്ലേ? ഉപ്പിട്ട് കഴിച്ചു. ഏടായി നോക്കുന്നേ. എനിക്ക് അത് മുക്കി കഴിച്ചു നോക്കി. എന്നിട്ട് പറ, ഒപ്പീനിയൻ പറ. നോക്കി കഴിച്ചോ, കൊണ്ടുപോവാ. കഴിക്കട്ടെ, അടുത്ത് കഴിക്കാം. ആക്ടിങ് ചെയ്യണ്ട, കൊള്ളാന്നും പറഞ്ഞ് കുഴപ്പമില്ല, പോട്ടെ. ഉപ്പിന്റെ മാത്രം രുചി. കഴിച്ചു നോക്കിയേ. വേണ്ട, എനിക്ക് പോണ്ട. ഇത് എപ്പോ ആവും? അത് തിളക്കണം, കഴിഞ്ഞിട്ട് ചെമ്മീൻ ഇടണം. നീ പോയിട്ടാ മാളൂ, അതൊക്കെ എടുത്ത് വെക്കി. ഞാനിത് ഇതൊക്കെ മൂടി വെച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ ചെല്ലമ്മായി. പോട്ടാ. കറി അതിൽ പൊരിച്ചതല്ലേ? അതെ, അത് ചേച്ചി ഇഷ്ടപ്പെട്ട ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മൂടി വെച്ചിട്ട് വരാം കേട്ടോ അമ്മായി. ചേച്ചിക്ക് കൊടുക്കണ്ട, ചേച്ചി കറുത്താല് വല്ലേ കഴിക്കത്തുള്ളൂ. പൊന്നുമോള് കഴിക്കടി, എന്റെ ചെല്ലല്ലേ. കൊഞ്ചിച്ചങ്ങ് വഷളാക്കി വെക്കാൻ. അമ്മായി കൊഞ്ചിച്ചതുകൊണ്ട് മാത്രം ഞാൻ എടുക്കോട്ടാ. അമ്മ അത് ഇത്ര എടുത്താൽ മതി, ബാക്കി അമ്മ എടുത്തോ. അമ്മ ഞാൻ കഴിച്ചോളാം. ഇനി ആരെങ്കിലും വേണമെന്നും പറഞ്ഞ് വരട്ടെ, കൊടുക്കാം. നല്ല ടേസ്റ്റ് അല്ലേ അമ്മായി? എന്താ ടേസ്റ്റാ. അവള് പറഞ്ഞു ചെയ്യിച്ചോണ്ട് വന്നേല്ലേ അല്ലേ? കൊള്ളാം. ചേച്ചി കറുത്തല്ലോ കഴിച്ചാ മതി. ഒന്നുകൂടെ കഴി. വേണ്ട അമ്മായി, നിർബന്ധിക്കണം. വെറുതെ ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കണം. കള്ളിയാ കളി. കുറ്റം പറയാൻ ചെയ്യും വേണോ താൻ? മൈന്നോ ഇനി മതിയാക്കളാ. മാളു വന്നാ? മാളുവിന്റെ ഫ്രൈ. മാളുവിന്റെ ഫ്രൈ. ഇതാ ഫ്രൈ? അവന്റെ ഫ്രൈ. മാളുവിന് മറ്റേ ചെമ്മീൻ ഫ്രൈ വേണം എന്നാ പറഞ്ഞത്. അത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഡിഷ് കിട്ടിയായിരുന്നല്ലോ. നല്ല പലഹാരമായിരുന്നില്ലേ അത്? ഏതാ ചേച്ചിക്ക് ഞാൻ തന്ന പലഹാരം? അതിന് വൈരാഗ്യം വീട്ടിയതാന്ന് നീ കൂട്ടിക്കോ. കഴിച്ചു കഴിയുമ്പോ നീ പറയും, ഓ ഭാഗ്യം ഫ്രൈ ഉണ്ടാക്കാത്തേന്ന് പറയും. ഇത് ഇതേപോലെ ഈ ഒരു ടെസ്റ്റ് തന്നെയായിരിക്കും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം, ചൂടുവെള്ളം ഒഴിക്കണം. എന്താ? നല്ല ഭയങ്കര കട്ടിയായിപ്പോ. ഞാൻ ചെമ്മീന്ന് വെള്ളം എന്തോരം ഇറങ്ങും നോക്കട്ടെ. അത് അതല്ലേ നല്ലത്. കുറുകിയിരുന്ന അത്ര കുറുകിയിരിക്കണ്ട. നീ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ.
നൊങ്ക് വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നു. ഞാൻ മടൽ വെച്ചതോട് ചേച്ചി എന്തും വെക്കുന്നുള്ള ഇത് എനിക്കായി. അമ്മായി ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ മടൽ വെച്ച് തെങ്ങിന്റെ മടലില്ലേ അത് വെച്ചിട്ട് ബീഫ് ഉണ്ടാക്കി കൊടുത്തത്. ചിരട്ട വെച്ചിട്ട് ചെമ്മീൻ കറി ഉണ്ടാക്കി കൊടുത്തു. അത് സൂപ്പറായിരുന്നു അല്ലേ? അത് പൊളിയായിരുന്നു. ചിരട്ട ചെമ്മീൻ ഓണത്തിനാ വെച്ചത്. തിളക്കണം. നീ അല്ലേ പൊയ്ക്കോ, ഒരു കാര്യം ചെയ്യും, നീ പോയിരുന്നോ. എനിക്കിത് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെ കറിയായി. തിളച്ച് വന്ന് സംഭവം സെറ്റാവും. അമ്മായി പൊയ്ക്കോ, അമ്മായി കോട്ടാ ധൈര്യമായിട്ട് വെക്കോ. എന്താ ഭംഗിയല്ലേ? ഭംഗിയോ? ഭംഗി. ഞാൻ ഭംഗി എന്നൊന്നും പറയില്ല. പൊന്നു മോളെ, മുളക് പോലും കഴിക്കാൻ ടേസ്റ്റ് ചേച്ചി. അടിപൊളി അല്ലേ? ചാറ് ഒഴിച്ചോ? ചാറ് ഇപ്പൊ മനസ്സിലായോ ഞാൻ ചാറാക്കി എടുത്തതിന്റെ കാര്യം എന്താന്ന്? എന്റെ മോളെ ഓ ഇടിയപ്പത്തിനോട് എന്താ ടേസ്റ്റ് അല്ലേ? മല്ലിച്ചീര സൂപ്പർ.